ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉത്രാടം ദിവസത്തെ കുറച്ചധികം വീഡിയോസൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്രാടം ദിവസം പുത്തിരി ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുത്തിരി ഉണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സദ്യ കഴിക്കുന്നത്. അപ്പോൾ കുറച്ചധികം കറികളൊക്കെ ഉത്രാടം ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള വൈകുന്നേരം നമുക്ക് ബാക്കിയുള്ള ചെണ്ടുമല്ലിയെല്ലാം പൂക്കളത്തിന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കത്രികയും ഞങ്ങൾ 3 പേരായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് എല്ലാം. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അതിൻ്റെ ഇടയിൽ പയറൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ബാക്കിയുള്ള ചെണ്ടുമല്ലിയും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് രാവിലത്തെ വീഡിയോ ആണ്. നമ്മൾ കാർ പോർച്ചിലാണ് സാധാരണയായിട്ട് പൂക്കൾ ഇടാറ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതുപോലെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. പിന്നെ അത് അടുത്ത ദിവസം രാവിലെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പൂക്കളിടാനായിട്ട് പോകുന്നത്. പിന്നെ രാവിലെയൊക്കെ ഡിസൈനെല്ലാം വരച്ചു കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇടുന്നത്. പിന്നെ ഇതൊക്കെ വാടാൻ വേണ്ടി നമ്മൾ 5 ദിവസം തന്നെ രാവിലെ തന്നെ പിച്ചി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പൂക്കളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വാടമല്ലിയൊക്കെ എടുക്കുന്ന വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നില്ല, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് എല്ലാം ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാ വാടാമല്ലികളും പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചെണ്ടുമല്ലിയൊക്കെ അരിന്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതുപോലെയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പം തന്നെയാണ് കേട്ടോ. ഒപ്പം തന്നെയാണ് നമ്മൾ ഡിസൈനെല്ലാം വരച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചതുകൊണ്ട് എല്ലാം നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പകുതിയിലൊന്നും ഡിസൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം നമുക്ക് ഇഷ്ടത്തിനുള്ള ഡിസൈൻസ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ ആലോചിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇടണം എന്നൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ റോസ് കുറച്ച് കമ്മിയായതുകൊണ്ട് നമ്മൾ ഇടയിൽ തെച്ചിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ റാറാ പോലെ ഷേപ്പായിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അത് ഇങ്ങോട്ട് തലതിരിഞ്ഞ് വരുന്നത് പോലെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂക്കൾ തികയാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വേറൊരു ഡിസൈൻ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഡിസൈനെല്ലാം കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡിസൈൻ. എനിക്ക് തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ നടുവിലായിട്ട് അരയനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ സെൻറ്ററിൽ നമ്മൊരു പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി വന്നിട്ട് അവിടെ അരയന്യത്തിലൊരു ഗ്രീൻ കളർ ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കൾ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയിട്ട് കുറച്ചധികം കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 12 വക എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 വക പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കണം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ആവണം.